സർവത്തിന്റെ സിംഹാസനവും ഭൂമിയുടെ പാതകളുമായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസം വിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വരുവാൻ, അങ്ങേ ആരാധിപ്പാൻ ശ്രദ്ധിപ്പാൻ ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ കടന്നുവന്ന പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവനുകളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആ ദിവസം അവിടെ ദൈവമായ സാന്നിധ്യം കൊണ്ടിരിക്കണമെന്ന് നശിക്കാതെ നാമത്തിലൂടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമം സ്തുതിക്കും മൊത്തത്തിലുമായി ഞാൻ കീർത്തനങ്ങളിൽ 147 കേട്ടത് നമ്പർ 147. നമുക്ക് നിൽക്കവേ തന്നെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്ത യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ വിശുദ്ധാത്മാവിൻ്റെ നിശ്വാസാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. നമുക്ക് ഗ്ലോറിയെ ചേർന്ന് ഉപയോഗിക്കാം. Yeah.
നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്, യിസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ അതിനെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായി താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോ പ്രിയ സ്നേഹമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധതകളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥാപിതാവേ, സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരുടെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയും തങ്ങളുടെ സഹോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മകർണിയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്വപിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവൾ നിങ്ങളെ വിടുവെച്ച് സകല നന്മയിൽ ഉറപ്പിച്ചു ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ, ജീവരക്ഷദായക വിശ്വാസം ജീവരക്ഷാ ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ ക്രിയാത്മകവും പ്രവർത്തനരതമായി കൂട്ടായ ബന്ധങ്ങളിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ജീവന്റെ ഉറവിടമായ ദൈവമേ, സൗഖ്യദായക ചാലങ്ങളായ രോഗികളെ ആശ്വസിപ്പിക്കുവാനും ബലഹീനരെ താങ്ങുവാനും ആവശ്യത്തിലിരിക്കുന്നവർ നല്ല അയൽക്കാരായിരിക്കുവാനും ജീവദായക വിശ്വാസം ഞങ്ങളിൽ പകരണമേ. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നവരെ വർഷം ചേർത്ത് ഞങ്ങളുടെ സമസൃഷ്ടങ്ങളെ നിങ്ങളിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന കർത്താവ് നിശ്ചിതവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം.
First lesson. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാവട്ടെ. അത്തേക്കുള്ള സങ്കീർത്തനം 72-ാം സങ്കീർത്തനം, Psalm 72. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും എനിക്ക് 2-ാം പാഠം, സെക്കൻഡ് ലെസൺ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Luke chapter 5 verses 17 to 26. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീല യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്ന് യെരൂശലേമിൽ വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കൽ എടുത്തുകൊണ്ടുവന്ന് അവനെ അകത്തു കൊണ്ടുചെന്ന് അവന് മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുറമേൽ കയറി ഓടി നീക്കി അവനെ കിടക്കയോട് നടുവിൽ യേശുവിന് മുമ്പിൽ ഇറക്കി വെച്ചു. അവിടെ വിശ്വാസം കണ്ടിട്ട് അവൻ മനുഷ്യൻ്റെ പാവങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാവങ്ങൾ മോചിക്കുവാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്ന എന്ത്? നിന്റെ പാവങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു പറയുന്നതോ എന്നിട്ട് നടക്കുക എന്ന് പറയുന്നതോ ഏതാവുന്ന എളുപ്പം എന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാവങ്ങൾ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റ് താൻ കിടക്കുന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം കൊണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് യേശു ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 197, ഹിൻ നമ്പർ 197.
നമുക്ക് പ്രാർത്ഥിക്കാം. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും അവിടുന്ന് അങ്ങയെ സ്തുതിപ്പാനും ബോധപ്പെടുത്തുവാനും നൽകിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാഥനെ, ഇന്ന് ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം സമർപ്പിക്കുന്നു. കർത്താവേ, അവിടെ ഞങ്ങളെ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. സർവ്വ നന്മകളാ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവെ തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനം സൃഷ്ടിക്കുന്ന അടിയനെയും വചനം സ്വീകരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. 2021 ആണ്ട് ഫെബ്രുവരി മാസം അവസാന ഞായറാഴ്ച ദിവസം ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും വലിയവനായ ദൈവം ശക്തീകരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കോവിഡ് കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കൊത്തവണ്ണമാണ് നാം ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അങ്കിളുമാരും ആൻച്ചിമാരും ഒക്കെയും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അതിന് സാധിക്കുന്നില്ല. എന്നൊരിക്കൽ എപ്പോഴെങ്കിലും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ നാളിൽ കേൾക്കുന്ന തിരുവചന സത്യങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ബുദ്ധിയുമായ ചിന്ത ലൈഫ് സേവിങ് ഫെയ്ത്ത് എന്നുള്ളതാണ്. ജീവരക്ഷദായക വിശ്വാസം. വിശ്വാസത്തെക്കുറിച്ച് നമുക്കറിയാം. വിശ്വാസം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ളതായിരിക്കണം. ഇന്നത്തെ പഴയ നിയമ വേദഭാവം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു കുടുംബത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ പ്രഥമ സ്ഥാപനമാണ് കുടുംബം. അമേരിക്കയിലെ പ്രസിദ്ധ ചിന്തകനും ഉജ്ജ്വല വാഗ്മിയുമായിരുന്ന ബിഷപ്പ് ബുൾട്ടൺ ഷീൻ പ്രസ്താവിച്ചു, സമൂഹത്തിൻ്റെ അടിത്തറ കുടുംബമാണ്. അടിത്തറ ഇളകിപ്പോയാൽ സമൂഹം നാശോന്മുഖമാകും. അതുകൊണ്ട് പ്രതിസന്ധികളിൽ അകപ്പെടുന്ന കുടുംബങ്ങൾ നിരവധിയാണ്. മനുഷ്യൻ സ്വയമായി വരുത്തിവെക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. അവയിലൊന്നാണ് സാമ്പത്തിക പ്രതിസന്ധി. ഉന്നതാവസ്ഥയിൽ കഴിഞ്ഞ പല കുടുംബങ്ങളെയും
കുടുംബങ്ങളുടെ തകർച്ചയും നാശവും ഇതുമൂലം സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിക്കുകയാണ്. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ അവൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എൻ്റെ 2 മക്കൾ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പ്രവാചക ശിഷ്യന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ വേദപണ്ഡിതാക്കൾ പറയുന്നത് ഓബദ്യാവിന്റെ ഭാര്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് അവൻ യഹോഭക്തനായിരുന്നു, പക്ഷെ അവൻ മരിച്ചുപോയി. ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ശോചനീയാവസ്ഥ നമുക്കറിയാം. പ്രത്യേകിച്ച് കടഭാരത്താൽ ആ കുടുംബം മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു പ്രതിസന്ധിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിലും ഭാര്യ ഭർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുക, നിന്റെ ദാസൻ എൻ്റെ ഭർത്താവ് അവൻ യഹോഭക്തനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരസ്പരം സാക്ഷ്യമുണ്ടായിരിക്കണം. ഭാര്യ ഭർത്താവിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെക്കുറിച്ചും മാതാപിതാക്കന്മാർ മക്കളെക്കുറിച്ചും മക്കൾ മാതാപിതാക്കന്മാരെ കുറിച്ചും സാക്ഷ്യം പറയുന്നവരായിരിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പരസ്പരം സാക്ഷ്യം ഉണ്ടായിരിക്കുമ്പോഴാണ് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരുന്നത്. വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുന്ന കുടുംബത്തിൽ എലീശ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പറയുക, നിന്റെ പക്കൽ എന്തുള്ളൂ? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ നമ്മുടെ പക്കലുള്ളതിനെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ സാധിക്കണം. എലീശയോട് ഈ സ്ത്രീ പറയുകയാണ്, ഒരു ഭരണി എണ്ണയില്ലാതെ അടിയന്റെ വീട്ടിൽ എന്തുള്ളൂ? വളരെ ദയനീയമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഭർത്താവ് മരിച്ചു, മക്കളുണ്ട്, ഒരു ഭരണി എണ്ണ മാത്രം ശേഷിക്കുന്നതായ ജീവിതാവസ്ഥ. എലീശ പറയുകയാണ്, നിന്റെ അയൽക്കാരോട് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ ഒരിക്കലും കുറവായിരിക്കരുത്. പിന്നെ എന്താണ് പ്രവാചകൻ പറയുന്നത്? പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളൊക്കെയും നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. ദൈവത്തിന്റെ ദാസൻ പ്രവാചകൻ നിന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യുവാൻ നീ തയ്യാറാകണം. വിശ്വാസത്തോടെ ഇവിടെ ഒരു ആത്മീയമായ ഒരുക്കം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുവഴിയായി ഒരു അനുസരണമാണ് ദൈവപുരുഷൻ പറഞ്ഞത് നാം ചെയ്യുവാൻ സന്നദ്ധരാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള അത്ഭുതങ്ങൾ നടക്കാത്തതിന്റെ കാരണം ദൈവവചനത്തിന് നാം കാതോർക്കുന്നില്ല, ദൈവപുരുഷൻ പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല. നിനക്കുള്ളതായ എണ്ണ ഈ വെറും പാത്രങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകനായ എലീശ പറയുകയാണ്. അവൾ എലീശയെ പ്രവാചകനെ വിട്ട് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടിച്ചു. മക്കൾ അവളുടെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും പകരുകയും ചെയ്തു. അയൽക്കാരന്റെ ശൂന്യമായ പാത്രങ്ങളിലേക്ക് ജീവന്റെ നിറവ് പകരുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കണമെങ്കിൽ
ശൂന്യമായ അവസ്ഥയിലേക്ക് ജീവന്റെ നിറവ് പകരുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. നമുക്കറിയാം, ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് നാം നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. ഇതുവരെയും ദൈവം അത്ഭുതകരമായി, അതിശയകരമായി വഴി നടത്തുകയാണ്. നാം അറിയാത്ത ആളുകളിൽ നിന്ന് പോലും ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ശൂന്യമായ പാത്രങ്ങളിലേക്ക് ജീവന്റെ നിറവ് പകരുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് വിശ്വാസം. ജീവിതാനുഭവങ്ങളുടെ മധ്യയാണ് വിശ്വാസം നാം മനസ്സിലാക്കേണ്ടത്. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് നൽകുന്നതായ ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. ദൈവപുരുഷൻ പറയുകയാണ്, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീ നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവളുടെ പ്രതിസന്ധിക്ക് എലീശാ പ്രവാചകൻ പരിഹാരം വരുത്തി കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്തുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ചിന്തിക്കണം, അല്പം നാളത്തേക്കുള്ളതായി എണ്ണ ഒരു ആയുസ്സിന്റെ നിലനിൽപ്പിന്റെ സാധ്യതയായി മാറുകയാണ്. വിശ്വാസത്തോട് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്പകാലം എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ആയുസ്സിന്റെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകൾ നിരവധിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. വരവ് ചിലവ് ജീവിത പങ്കാളിയും അറിഞ്ഞ് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കുടുംബം ധന്യമായി ചെയ്യുന്നത്. ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, സാമ്പത്തിക അച്ചടക്കം നമ്മുടെ കുടുംബജീവിതത്തിൽ പാലിക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. ഇവിടെ ആവശ്യത്തിനും കഷ്ടതയിലുമായിരിക്കുന്ന തൻ്റെ വിശ്വസ്തന്മാർക്ക് വേണ്ടി ദൈവം കരുതുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രവാചക ശിഷ്യയെ ദൈവം അനുഗ്രഹിക്കുന്നു, ആ കുടുംബത്തെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾ ഈ നാളുകളിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസം ദൈവിക ജീവനുള്ളതായ പങ്കാളിത്തമാണ്. ഫെയ്ത്ത് പാർട്ടിസിപ്പേഷൻ ഇൻ ദി ലൈഫ് ഓഫ് ഗോഡ്. ലൂക്കോസ് 5-ാം അധ്യായം 17 മുതൽ 26 വരെ നമുക്കറിയാം. മർക്കോസ് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഫർനഹൂമിലെ ഭവനത്തെ കുറിച്ച് ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് ചില ആളുകൾ കടന്നു വരികയാണ്. നിസ്സഹായനായ ഒരു മനുഷ്യൻ, ഒരു രോഗി, അയാളുടെ സഹായികളും അതുപോലെ വിശ്വാസികളുമായ 4 സ്നേഹിതന്മാർ ചേർന്നുകൊണ്ട് മേൽക്കൂര പൊളിച്ച് യേശുവിന് മുമ്പിൽ ഇറക്കി വെക്കുകയാണ്. യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം പക്ഷവാതക്കാരന്റെ സ്നേഹിതർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. ഈ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് പക്ഷവാതക്കാരന്റെ സ്നേഹിതന്മാർ ഈ 4 ആൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ രോഗിയെ ഇറക്കി വെക്കുന്നത്. യേശുവിന്റെ അടുക്കൽ മറ്റുള്ളവരെ കൊണ്ടുവരാനുള്ള അവസരം നാം മുഴുവനായി ഉപയോഗിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ക്രിസ്തുവിന് കഴിയും എന്ന് നാം വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ
യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനുള്ള വിശ്വാസമായിരിക്കണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നാം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി അവസരങ്ങളെ ഒരുക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി അവസരങ്ങൾ ഒരുക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഇത് ആർക്കും തടയാൻ സാധിക്കുകയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക. ഞാൻ ഹൈദരാബാദ് ദേശത്ത് കടന്നു വന്നപ്പോൾ പലപ്പോഴും എനിക്കിന്ന് ഉള്ള സുഹൃത്ത് ബന്ധങ്ങൾ നിരവധിയാണ്. ആ ദൈവം നൽകിയ ഒരു കൃപയാം ഞാൻ ചിന്തിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലൂടെ ഞാൻ ചർച്ചയമ്പര്യങ്ങളിലും സെൻറ്റ് ജോൺസിൽ ഒരു ഫ്യൂണറൽ സർവീസ് നടത്തി. മിസ്സസ് ഡെയ്സി ഫ്രാൻസിസ് സിസിൽ അച്ഛൻ അത്യാവശ്യമായിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ നമ്മുടെ മുൻ മെമ്പേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ വേറെ അച്ഛനെ അറേഞ്ച് ചെയ്ത് പറഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷത്തിന് കിട്ടിയാൽ വളരെ ഉപകാരപ്രദമായിരുന്നു, മലയാള സർവീസ് കിട്ടിയാൽ വലിയ ഉപകാരപ്രദമായിരുന്നു. ഞാൻ രണ്ട് കാര്യത്തിൽ വളരെ സന്തോഷമാണ്. ഒന്ന്, ജുവിൻ്റെ കല്യാണം സെൻറ്റ് ജോർജ് വെച്ച് നടത്തുവാൻ, അത് മലയാള സർവീസാണ്. മറ്റൊന്ന്, സെൻറ്റ് ജോൺസിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഫ്യൂണറൽ സർവീസ് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി മലയാളത്തിൽ നടത്തുവാൻ സാധിച്ചു. അവർ ഓൾ സയൻസിൽ ഒരുപാട് ദിവസവും എന്നെ കൊണ്ട് നടത്തിച്ചുകൊണ്ടായി. ഞാൻ പറഞ്ഞതിന് കാരണം, നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണ്. എൻ്റെ കമ്മിറ്റിക്കാരും എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ അത് ഏറ്റവും കൃത്യമായ രീതിയിൽ പാട്ടൊക്കെ പാടി ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് രീതിയിൽ അവർ പറഞ്ഞ സമയത്തുള്ളിൽ ഈ ഫ്യൂണറൽ സർവീസ് നടത്തുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ ദൈവത്തിൻ്റെ അല്പം നമുക്ക് അവസരങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് എൻ്റെ നിങ്ങളുടെ മിടുക്കുന്നതല്ല. തൻ്റെ ഭക്തന്മാർക്ക് എന്ത് നൽകണമെന്ന് ദൈവത്തിന് അറിയാം. അവരുടെ വിശ്വാസം കണ്ടിട്ട് മനുഷ്യന്റെ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. അവരുടെ വിശ്വാസം കണ്ടിട്ട്, നമ്മുടെ വിശ്വാസം കണ്ടിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിനായി പലതും നാം ചെയ്യേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായും പാവം രോഗം തമ്മിൽ ബന്ധമുണ്ടെന്ന് യഹൂദ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പ്രാർത്ഥിച്ചത്, അവൻ നിന്റെ അകൃത്യം പാവമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾ മാറണമെങ്കിൽ പാവാന്ധകാരമായിട്ടുള്ള ചില ബന്ധനാവസ്ഥകളൊക്കെയും മാറണം. പാവം, സിൻ, ദൈവത്തിനുള്ളതായ അകൽച്ചയാണ്. നാം എപ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് അകലുന്നുവോ അപ്പോഴെല്ലാം മാനസികമായ സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ അകൽച്ച നിമിത്തം അതൊരു മനുഷ്യന്റെ ആത്മാവിനെ മാത്രമല്ല മുഴുവൻ ആളത്വത്തെയും ബാധിക്കുന്ന രോഗമാണ്. എന്നാൽ പാവം മോചിക്കുവാനും അന്ത്യന്യായവിധിയിൽ ശിക്ഷയിൽ നിന്ന് വിടു നൽകുവാനും സർവശക്തനായ ദൈവത്തിന് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശുവോട് പറയുന്നത്, ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിൽ മനുഷ്യപുത്രൻ മശിഹയുടെ മറുപേരാണ്. ഭാവിയിലുണ്ടാകുന്ന ദൈവശിക്ഷയിൽ നിന്ന് ഭൂമിയിൽ, അതായത് വർത്തമാന കാലത്ത് പാവമോചനം നൽകുവാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് യേശു യഹൂദന്മാരോട് പറയുക. അതുകൊണ്ടാണ് പാവങ്ങളെ മോചിച്ചു കൊടുക്കുന്നത്. യേശുവിന് രോഗസൗഖ്യം ഒരു വ്യക്തിയുടെ ശരീരത്തിന് കേടുപോക്കൽ മാത്രമല്ല, ജീവന്റെയും ആരോഗ്യത്തിന് ദാതാവായ ദൈവത്തോട് അവരെ അടുപ്പിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ സമ്പൂർണ്ണ സൗഖ്യം ലഭ്യമാക്കാനാണ് കർത്താവ് പരിശ്രമിച്ചത്. ജീവന്റെ ആരോഗ്യത്തിന്റെ ദാതാവായി ദൈവത്തോട് അടുപ്പിക്കുക ഇന്ന് ശരീരത്തിന്റെ കേടുപോക്കായിട്ട് മാറുകയാണ്. സമ്പൂർണ്ണ സൗഖ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ആളുകൾ നമ്മൾ ചിന്തിച്ചതുപോലെ ദേഹം, ദേഹി, ആത്മാവിനാലുള്ള സൗഖ്യമാണ്. ദൈവത്തിന് സൗഖ്യം പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ആത്മാവിന് സൗഖ്യമുണ്ടാകണം.
എങ്കിലേ സമ്പൂർണ്ണ സൗഖ്യമുണ്ടാവുകയുള്ളൂ. CEB ക്രാൻഫീൽഡ് എന്ന ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: യേശുവിൻ്റെ രോഗശാന്തി പ്രവർത്തനങ്ങൾ പാപമോചനത്തിൻ്റെ മാധ്യമങ്ങളായിരുന്നു. ജീസസ് ഹീലിംഗ് മിറക്കിൾ ആൻഡ് സക്രമെന്റ് ഓഫ് ഫോർഗിവൻസ്. യേശുവിൻ്റെ സൗഖ്യദായ പ്രവർത്തനങ്ങൾ പാവമോചിക്കുക എന്നുള്ളതാണ്. അവിടെ രോഗസൗഖ്യം എന്ന പാവമോചനം ലഭിച്ചവർ ദൈവസ്ഥനിൽ അനുദപിക്കണം, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം, ദൈവത്തെ അനുസരിക്കണം, ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. ഈ ആത്മാവ് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി. പത്രോസിന് ജ്ഞാനിയല്ല, പണ്ഡിതനല്ല, വെറും മത്സ്യത്തൊഴിലാളിയാണ്. ആ മത്സ്യത്തൊഴിലാളിയുടെ നിഴൽ രോഗികളുടെ മേൽ പതിഞ്ഞാൽ സൗഖ്യമുണ്ടാവും. പ്രിയമുള്ള ജനങ്ങളുടെ വിശ്വാസ വളർച്ചയിൽ പത്രോസിന്റെ നിഴലിൽ പോലും പ്രാധാന്യം ഉണ്ടായിരുന്നു ചിന്തിക്കുക. ദൈവം നമ്മെ എടുത്തു വയ്ക്കണമെങ്കിൽ ഈ വിശ്വാസ വളർച്ചയിൽ നാം ദൈവത്തോടൊപ്പമായിരിക്കണം. ഞാൻ പറയുള്ളൂ, എപ്പോഴെല്ലാം നാം ദൈവത്തിൽ നിന്ന് അകലുന്നുവോ അപ്പോഴെല്ലാം പാവം നമ്മിലേക്ക് കടന്നു വരിക. ഈ നാളുകളിൽ നാം ദൈവത്തോട് കൂടെ യാത്ര ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് പത്രോസിന്റെ നിഴലിൽ പോലും പ്രാധാന്യമുണ്ടായിരുന്നു, ജീവരക്ഷാദായകമായിരുന്നു ആ നിഴൽ പോലും എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാവ് ബാധിച്ചവരെ കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. തങ്ങളുടെ കർത്താവ് ചെയ്തതുപോലെ അപ്പോസ്തലന്മാർ ചെയ്തു എന്ന് പറയുന്നത്. ദൈവം നമ്മെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ആത്മാർത്ഥയോടെ നമ്മെ തന്നെ ഫലമേൽപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ്. അശുദ്ധാത്മാക്കൾ ബാധിക്കുന്നവരൊക്കെ അവർ സൗഖ്യമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 1:34 നാനാവ്യാധികളിൽ വളഞ്ഞിരുന്ന അനേകരെ യേശു സൗഖ്യമാക്കി, അനേകരെ ഭൂതങ്ങളെ പുറത്താക്കി. യേശുവിന്റെ ശുശ്രൂഷ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവരാജ്യം ജനങ്ങളുടെ ഇടയിലേക്ക് അതിശക്തിയോടെ വന്നെന്നുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള അടയാളമായിരുന്നു. അപ്പൊ നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ ദൈവം നമ്മെ എടുത്തു വയ്ക്കുകയാണ്. രോഗസൗഖ്യത്തിന് വിശ്വാസം വലിയ പങ്ക് വഹിക്കുമെന്ന് ചിന്തിക്കണം. ഇതാണ് കർത്താവ് അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തിയത്. നമ്മൾ ചിന്തിക്കുക, ഈ നാളിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മെ എടുത്തു വയ്ക്കുന്നുള്ള ചിന്തയാണ്. അത് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. പ്രവാചക ശിഷ്യന്മാർ പാരുമ്പോൾ അവർ തിരിച്ചോട് പറയാണ്, നിന്റെ ദാസനായി എൻ്റെ ഭർത്താവ് യഹോവഭക്തനായിരുന്നു, അവൻ മരിച്ചുപോയി, ഞങ്ങൾ ഇന്ന് കടക്കാരായിരിക്കുകയാണ്. പ്രവാചകന്റെ വാക്ക് കേട്ട് അനുസരിച്ചതായ ആ സ്ത്രീയുടെ ജീവിതത്തിൽ അല്പകാലത്തേക്ക് ജീവിക്കാനുണ്ടായിരുന്ന എണ്ണ ജീവിതകാലമത്രയും അത് സാധ്യതകളാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ ചെറിയ സാധ്യതകളെ വൻ സാധ്യതകളാക്കി മാറ്റുവാൻ വലിയവനായ ദൈവത്തിന് സാധിക്കുമെന്ന് ചിന്തിക്കുക. അതുപോലെ യേശു കർത്താവ് പറയാണ്, നിന്റെ പാവങ്ങൾ മോചിച്ചിരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരികയാണ്. നാം ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കണം. ഇവിടെ മത്സ്യത്തൊഴിലാളിയായ പത്രോസിന്റെ നിഴൽ പോലും രോഗസൗഖ്യത്തിന് കാരണമായി തീർന്നുവെങ്കിൽ ദൈവം നമ്മെ എടുത്തു വയ്ക്കുകയാണ്. അത് പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ജീവ രക്ഷാദായകമായ വിശ്വാസം അതിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും വിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാന മഹത്വം കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സർവ്വശ്രേഷ്ഠനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകനാവുന്ന ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ടവനല്ല,
പിതാവിന്റെ രക്തമുള്ളവൻ അവനാൽ സ്ഥലമുണ്ടായി. അവൻ മനുഷ്യരായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സുഖന്നിറങ്ങി. പരിശുദ്ധാത്മാവിനെ കന്യകത്തിൽ വെച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൽ കുരിശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ട് അടക്കപ്പെട്ടു. തിരുവനന്തപുരം ഉയർത്തുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെ അരിച്ചിനയിപ്പാൻ മുഖത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിന് പുത്രപ്പെടുന്നവനും പിതാവിന് പുത്രം നീക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകൻ പറയച്ചനുമായി വിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കാതോലിക്ക അപ്പോസ്തലികമായ വിശുദ്ധനെ വിശ്വസിക്കുന്നു. പാപത്തിൽ മധ്യസ്ഥമേ ഞാൻ സ്ഥിരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ വുമൻസ് സൺഡേ ആകുന്നുവല്ലോ. അടുത്ത ആഴ്ച റിച്ചി ആൻറ്റി നമുക്ക് ആവശ്യമായ മെസ്സേജ് നൽകുന്നതാണ്. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തകരാണ്. അതുകൊണ്ട് എല്ലാവരും വിശുദ്ധാരാധനയിൽ സംബന്ധിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ പോലെ വുമൻസ് ഫെലോഷിപ്പിൻ്റെ കവർ വാങ്ങിക്കൊണ്ട് അടുത്ത ഞായറാഴ്ച സമർപ്പിക്കേണ്ടതാണ്. സബ്സ്ക്രിപ്ഷൻ സമർപ്പിക്കാനുള്ളവർ സമർപ്പിക്കുക. വുമൻസ് ഫെലോഷിപ്പിൻ്റെ പുതുക്കാനുള്ളവർ പുതുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മിനിമം 500 രൂപയെങ്കിലും നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള വഞ്ചിക സമർപ്പിക്കേണ്ടതായ സമയം കൂടി ആകുന്നുവല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് വുമൻസ് ഫെലോഷിപ്പിൻ്റെ സെയിൽ നടന്നില്ല. അടുത്ത ആഴ്ചകൾ തുടർന്നുള്ള ഞായറാഴ്ചകളിൽ സെയിലിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഫുഡും മറ്റു കാര്യങ്ങളും സമർപ്പിക്കാനുള്ള ശ്രമമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വുമൻസ് ഫെലോഷിപ്പിൻ്റെ ഭാരവകൾ അടുത്ത ഞായറാഴ്ച ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. സഭയ്ക്ക് നൽകേണ്ട വരുമാനങ്ങൾ ഓഫർട്ടി, ടൈറ്റ്, സ്പെഷ്യൽ താങ്ക്സ് ഗിവിംഗ്, ബർത്ത്ഡേ ആൻഡ് വെഡിങ് ആനിവേഴ്സറി എന്തു തന്നെയായിരുന്നാലും ദൈവാലയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാളിൽ വളരെ കൃത്യതയോടെ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ നോയമ്പ് കാലഘട്ടത്തിലായിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നോയമ്പിൻ്റെതായ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് വളരെ പ്രയാസമാണ് നമുക്കറിയാം. അതുകൊണ്ട് സൂം പ്രയർ ആഗ്രഹിക്കുന്നവർ അച്ഛനെ അറിയിക്കുക. അതിൻ്റെ ഭാഗമായി വീച്ചിലേരിൽ OCP തോമസിൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസം അടുത്ത ഞായറാഴ്ച 5:30 PM സൂം പ്രയർ ഉണ്ടായിരിക്കും. അതിൽ ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം, ലാൻഡ് ലൈൻ ഫോൺ പാസ്റ്ററിൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. കംപ്ലൈൻറ്റ് ചെയ്തു, അവരൊന്ന് നോക്കും, പിന്നെയും കേടായി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അച്ഛനെ കോൺടാക്ട് ചെയ്യുന്നവർ ദയവ് ചെയ്ത് മൊബൈൽ കോൺടാക്ട് ചെയ്യുക. ഇനിയെങ്കിലും ഈ കൺസ്ട്രക്ഷൻ സമയമായതുകൊണ്ട് പലരും വിളിച്ച് സംസാരിക്കുന്ന സമയം ഒക്കെ ആയതുകൊണ്ട് കിട്ടുന്നില്ല എങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയക്കാനുള്ളതായ ശ്രമം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദേവാലയ നിർമ്മാണത്തിൻ്റെ കോൺക്രീറ്റ് നമ്മളെ സംബന്ധിച്ചു. നാളെ അല്ലെങ്കിൽ ട്യൂസ്ഡേ അതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വന്നതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരമുള്ള ദൈവം ഒരുക്കുക. അതുകൊണ്ട് ഞാൻ ചർച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കാം. ആ സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ചില വ്യക്തികളെ വിളിക്കുമ്പോഴും സമീപിക്കുമ്പോഴൊക്കെയും നിസ്സഹകരണം ഉണ്ടാകുന്നത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ്. ദേവാലയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഈ ഒരു പ്രോജക്റ്റിൻ്റെ മധ്യത്തിൽ മാത്രമാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ആലയം നമുക്ക് വേണ്ടിയാണ്, അത് ദൈവത്തിൻ്റെ ആലയമാണ്. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ.
എന്നാൽ ഒരത്ഭുതം എന്ന് പറയട്ടെ, ചിലരൊക്കെ നിസ്സംഗത പുലർത്തുമ്പോൾ ദൈവം മറ്റുള്ളവരെ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ നാളുകളിൽ ആരെല്ലാം സമീപിക്കുന്നുവോ അവിടെയെല്ലാം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സഭാവിശ്വാസികൾ അല്ലാത്തവർ പോലും ഇതിനുവേണ്ടി തുറന്ന മനസ്സോടെ ആവശ്യമായ സാധ്യത ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഭവിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മധ്യാവനാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം സമർപ്പിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടെ ഈ നാളുകളിൽ ദേവാലയ നിർമ്മാണത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ലക്കെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കമ്മിറ്റിയായി ആലോചിക്കുകയുണ്ടായി. ഒരു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പാണ്. ഒന്നാം സമ്മാനം 1 പവനാണ് ഉദ്ദേശിച്ചത്, 2ാം സമ്മാനം അര പവനും, 3ാം സമ്മാനം 1/4 പവനൊക്കെയാണ്. എന്നാൽ കുറച്ചുകൂടെ അത് വിശാലമാക്കുവാൻ ആഗ്രഹിക്കുക. ആർക്കെങ്കിലും ഇതിന് അഡീഷണൽ ആയിട്ട് സ്പോൺസർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, സമ്മാനങ്ങൾ വർദ്ധിക്കുമ്പോൾ പരിപാടി ഏറ്റവും ഗംഭീരമാകുമെന്നുള്ള ചിന്തയാണ്. 1 പവൻ സ്പോൺസർ ചെയ്തത് അനിഷ ആണ്, നമ്മുടെ മോഹൻ മാത്യു എൻ്റെ മോളാണ്. അര പവൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആശിഷ് ജോസഫ് ആൻഡ് ഫാമിലിയാണ്. അതുപോലെ തന്നെ 1/4 പവൻ PV ഫിലിപ്പ് അങ്കിൾ ആൻഡ് ഫാമിലിയാണ്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനോട് ആഡ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് വിപുലമാക്കുവാനുള്ള ശ്രമമുണ്ട്. കൂടാതെ ഒരു 10 പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒരു 1500 1300 രൂപയുടെ എന്തെങ്കിലും. അതിപ്പം പ്രഷർ കുക്കറായാലും കുഴപ്പമില്ലെന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ അവരെൻ്റെ പ്രൈസ് കണ്ടെങ്കിൽ എടുക്കാനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടാകണം. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ നടത്തി ഒത്തിരി വിജയിപ്പിച്ചൊരു അച്ഛനാണ്. പക്ഷേ ആ സാഹചര്യമല്ല ഹൈദരാബാദ് എനിക്കറിയാം. എങ്കിലും നമ്മുടെ മറ്റു പ്രിയപ്പെട്ടവരൊക്കെ, ഞാൻ പറഞ്ഞത്, ഈ നാളുകളിൽ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരെല്ലാം സമീപിക്കുന്നുവോ അവരെല്ലാം തുറന്ന മനസ്സോടെയാണ് നമ്മളെ സമീപിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഞാൻ ഈ ലക്കെടുപ്പിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ അടുത്ത ആഴ്ച ഫൈനലൈസ് ചെയ്ത് പറയുന്നതാണ്. അതുകൊണ്ട് ഇതിനോട് ആഡ് ചെയ്യാം. ഞാൻ പറയല്ലോ, ഒരു 1/2 പവനോട് തന്നു കഴിഞ്ഞാൽ അത് 1.5 പവനാക്കാം, അല്ലെങ്കിൽ 2 പവനാക്കാം. അപ്പോൾ കുറച്ചുകൂടെ വിശാലമായിട്ട് നമുക്ക് സാമ്പത്തികം സ്വരൂപിക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ദൈവമക്കൾ കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. ഞാനിത് എപ്പോഴും പറഞ്ഞൊരു വാക്കാണ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് കൊടുത്താൽ അനുഗ്രഹം കിട്ടുള്ളൂ. ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര തരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ശരിക്കും പഴയ നിയമം പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞുവല്ലോ, കാരണം ഈ നാളുകളിൽ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണമെങ്കിൽ ഞാൻ 2 വാക്കുകൾ പറയുക. നമ്മൾ ചിന്തിക്കേണ്ടത് കാബോധ്, ഇക്കാബോധ്. കാബോധ് എന്ന പദത്തിൻ്റെ അർത്ഥം മഹത്വം എന്നാണ്. ഇക്കാബോധ്, മഹത്വം ഇസ്രായേലിൽ പോയിപ്പോയിരിക്കുന്നു. ഇക്കാബോധ് കാബോധ് ആകണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് ദൈവജനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കാബോധ് എന്ന മഹത്വം നിന്റെ ജീവിതത്തിൽ ദർശിക്കണമെങ്കിൽ നിന്റെ ആലയത്തിൽ കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ളതാണ്. ഈ നാളുകളിൽ ദൈവവചനം വളരെ ശക്തമായി ഇടപെടുന്ന ചിന്തകളുണ്ട്. ഇസ്രായേലിന്റെ മഹത്വം പോയിപ്പോയിരിക്കുന്നു പറയുന്ന സാഹചര്യം ദൈവം നിനക്ക് നൽകിയ അവസരങ്ങൾ. ഈ ഹൈദരാബാദിനെ സംബന്ധിച്ച് വേറെ ദേവാലയ നിർമ്മാണം ഇല്ല ഉടനെ. ആ അവസരങ്ങളെ ശരിയാവണ്ണം വിനിയോഗിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഇക്കാബോധ് കാബോധായി നിന്റെ ജീവിതത്തിൽ തലമുറയോളം ആ മഹത്വം ദർശിക്കുവാൻ സാധിക്കും. 4 പള്ളിയുടെ നിർമ്മാണത്തിൽ ഞാൻ ഈ മഹത്വം കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിർബന്ധത്താലും ശാഠ്യത്താലുമല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഈ നാളിൽ സ്പോൺസർ ചെയ്തവരുടെ പറയുകയാണ്, നമ്മൾ ചിന്തിക്കണം. ആശിഷ് ജോസഫ് ഈ നാളിൽ പറഞ്ഞതിന് മുമ്പേ നമ്മുടെ ലക്കിടിപ്പിൻ്റെ 2nd സമ്മാനം ഇതേയ ആരപ്പം അല്ലേ. അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപയുടെ പ്രോമിസ് ചെയ്തുകൊണ്ട് ഒരു ക്ലാപ്പ് കൊടുത്താൽ ആശിച്ചില്ല. 10 ക്ലാപ്പ്. ഈ നാളുകളിൽ അജി ജോൺ, കഴിഞ്ഞ ദിവസം അജി ജോൺ ഒരു 20,000 അല്ലേ
20,000 രൂപ നമ്മുടെ ചർച്ച കൊണ്ട് ഞങ്ങൾ തപ്പിപ്പിടിച്ച് ചെന്നപ്പോഴാണ് ലാസ്റ്റ് മനസ്സിലാക്കുന്നത് നമ്മുടെ PPP പങ്കളിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. നമ്മുടെ സമവിശ്വാസികളല്ലാത്തവർ പോലും പലത് കേട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അജി ജോൺ ഇല്ല, PPP പങ്കളിൽ ആരാധനയില്ല, എങ്കിലും അജി ജോൺ നല്ല ക്ലാപ്പ് കൊടുത്താട്ടെ. അതുപോലെ മിസ്റ്റർ ഫ്രാൻസിസ് എസ്ര നമ്മുടെ സഭയുടെ മെമ്പറല്ല, നമ്മുടെ ലെനിച്ചിൻ്റെ റീജ ടീമിൻ്റെ ഫാദറിൻ്റെയാണ്. 1,00,000 രൂപ നൽകാമെന്ന് വെച്ചിട്ടുണ്ട്. നല്ലൊരു ക്ലാപ്പ് കൊടുത്താട്ടെ. നമ്മുടെ സവിശ്വാസി VC സണ്ണി ചാക്കോ കഴിഞ്ഞ ആഴ്ച വിളിച്ചും പറഞ്ഞു 1,00,000 രൂപ നൽകാമെന്ന്. നല്ലൊരു ക്ലാപ്പ് കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ഈ തരുന്ന മാത്രം പറഞ്ഞാൽ പോരല്ലോ, വരുന്നത് കൂടെ നമ്മൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ വർഗീസ് എബ്രഹാം 50,000 രൂപ അല്ലേ, 50,000 രൂപ. ലില്ലി ജോൺ ആൻറ്റി 1,00,000 രൂപ. അന്നമ്മ ജോൺ ആൻറ്റി 1,00,000 രൂപ. ആഷിഷ് ജോസ് 50,000 രൂപ. PV തോമസ് അങ്കിൾ 80,000 രൂപ. അജി ജോണിൻ്റെ പറഞ്ഞത് 20,000 രൂപ. മേരി ജേക്കബ് ആൻറ്റി 50,000 രൂപ നൽകിയിട്ടുണ്ട്. ഇവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും കമ്മിറ്റ് ചെയ്തിരിക്കുന്നുവോ, നമ്മളുടെ മാർക്ക് 31 നമുക്ക് 20,00,000 രൂപ അത്യാവശ്യമായിട്ടുണ്ടാകണം. വലിയൊരു ബില്ല, കാരണം മെയിൻ കോൺക്രീറ്റ് കഴിഞ്ഞ് കൊടുക്കേണ്ട ബില്ല. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, നമ്മുടെ FD ഒക്കെ ബ്രേക്ക് ചെയ്തു, അല്ലാതെ ഫണ്ടോടെ ഉപയോഗിച്ച് പോകുന്നത്. കാരണം അവിടെ പാറയായിരുന്നു, പിന്നെ നമ്മൾ അവിടെ കെട്ടിമറിച്ച് കുറച്ച് എക്സ്പെൻസ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ദൈവകൃപയാൽ എല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവം നമുക്ക് തരണം ചെയ്യാനുള്ളതായ അവസരങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാം ശക്തമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് ദൈവത്തിൻ്റെ സമയത്തും നാം ആഗ്രഹിക്കുന്ന സമയത്തും പൂർത്തീകരിച്ച് ആ ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടുക. ഇന്ന് കൺസ്ട്രക്ഷൻ്റെ പ്രാർത്ഥന നടത്തുന്നത് സൈബാളാണ്. നമ്മൾ ആ സമയത്ത് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ പൂർവ്വപിതാക്കന്മാരെ ആഗ്രഹിച്ചു, ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ വരും തലമുറയ്ക്ക് ഒരാലയം ആവശ്യമാണ്. ഈ നാളിൽ നമ്മളറിയാമല്ലോ, ഈ ഇവിടെയുള്ള പ്രിയ അച്ഛന്മാരോട് സംസാരിക്കുമ്പോഴൊക്കെയും മലയാള സഭയുടെ മാറ്റം അവർ കാണുന്നുണ്ട്. സിസിലച്ഛനോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ നമ്മളെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 24-ാം തീയതി അവിടെ ഫ്യൂണറൽ സർവീസ് നടത്തിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ മലയാളം സർവീസ് അതുപോലെ മറ്റ് പാട്ട് പാടിയപ്പോൾ മലയാളം പാട്ടുകൾ ഉയർന്നത് വളരെ അത്ഭുതമായി തീർന്നിരിക്കുക. നമ്മൾ ചിന്തിക്കണം, നമ്മൾ അംഗീകരിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. യുവജാനച്ചനാണെങ്കിലും പ്രശാന്ത് ബാബച്ചനൊക്കെ നമുക്ക് വലിയൊരു സഹകരണം നമ്മളുണ്ടാകുന്നത്. അപ്പം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ശരിയാവണ്ണം വിനിയോഗിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. സാമ്പത്തിക ആവശ്യങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സ്നേഹിതർ, സുഹൃത്തുക്കൾ, ഇവരെന്നെല്ലാം നമ്മുടെ സഭയിലേക്ക് സാമ്പത്തികം ഉണ്ടാകണം. കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കട്ടെ എന്നൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പലരെയും എനിക്ക് നിസ്സംഗത വെടിഞ്ഞ് ആത്മാർത്ഥമായ ദിവസം നിൽക്കുവാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം ഞാൻ ഈ കാബോധ് എന്താ നിക്കോബോധ് എന്ന ദൈവാലയത്തിൽ പ്രസംഗത്തിൽ പറയാൻ ആഗ്രഹിക്കുക. അപ്പം ഇസ്രായേലിന് മഹത്വം പുറപ്പെടാൻ പല കാരണങ്ങളുണ്ട്. എന്നാൽ മഹത്വം കൈവരിക്കണമെങ്കിൽ നാം അറിയാതെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് മഹത്വം ദർശിക്കുന്ന ഇടവജനങ്ങളായി തീരുവാൻ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ്സസ് ജെസ്സി തോമസ് ചേച്ചി, മിസ്സസ് സെബിൻ VS, മാസ്റ്റർ സിബിൻ ടോം കോശി, മിസ് ഡാനിയൽ ജെ കോശി, മിസ്സസ് ടീന നവീൻ ചെറിയ, മാസ്റ്റർ ഇവൻ അബ്രഹാം സുജിത്, മിസ്സസ് ആലിസ് രാജൻ. പാട്ടുപാടുന്ന സമയത്ത് ഇവിടെയുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. മറ്റൊന്ന് സ്പെഷ്യൽ പ്രയറാണ് അന്നമ്മ ജോൺ. ആദ്യം ബർത്ത്ഡേ.
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തര വിശ്രാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ എല്ലാം ദൈവം സമർപ്പിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ട അനുഗ്രഹിക്കണമേ. ചെറു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ തക്ക സമയത്ത് ദൈവം ഉയർത്തവനാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് ഗമിപ്പാൻ നിന്റെ മക്കളെ ശക്തീകരിക്കണമേ. കർത്താവെ, അവിടുത്തെ പ്രിയ മക്കളെ എല്ലാം ദൈവങ്ങൾ സമർപ്പിക്കുക. പുതിയ കൃപകൾ അനുഗ്രഹങ്ങൾ ചൊല്ലണമേ. സ്വർഗീയ നന്മള ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. സന്തോഷം നിങ്ങളോട് ജീവിതത്തോട് നന്ദിമാറട്ടെ. Precious prayer in number 12. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ മുൻകാൽ മടക്കിയിരിക്കുന്ന അന്നവ ജോണാൻചിയോത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായ ക്ഷീണാവസ്ഥകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെയും കടന്നു വന്നപ്പോൾ എൻ്റെ കർത്താവ് ഉള്ളം കരുത്തിൽ വഹിച്ച് ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അതിനെ. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വയുടെ അവസ്ഥയിൽ മുൻമഴയാൽ അനുഗ്രഹപൂർണ്ണമാക്കുന്ന കർത്താവ് നിന്നുകളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അന്വേഷിക്കുമ്പോൾ ദൈവമായ കർത്താവെ, അവിടുത്തെ പ്രിയദാസിയെ അത്യധികമായ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. നിന്നിൽ കർത്താവ് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നിന്റെ മകൾ ഒരുക്കി അനുഭവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതം ബലവുമാവുന്നു, കഷ്ടങ്ങളിലാണ് ഏറ്റവും തുണയായിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഈ നാളിൽ നിന്റെ മകളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ എത്തി കൂടിയിരിക്കണമേ. സ്വർഗീയ നൽകണങ്ങളാ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള മകനെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയ മകനെയും കൂടെ ശക്തീകരിക്കണമേ. പ്രിയമകൾ അനുമകളുടെ കുടുംബമായി ദൈവം സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ പ്രിയ മക്കളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിരുന്ന നമ്മളെ തന്നെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളിൽ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും പൊന്നുനാഥൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കാം. നമ്മുടെ CSI സഭയെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ സിഗ്നൽ ഭാരവാഹികളെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ബിഷപ്പുമാരെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
മേഡ ഡയസിൻ്റെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ AC സോമരാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായുടെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാവുക്കോശി ചെറിയാൻ ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അവരുടേതായ ശുശ്രൂഷകളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ വൈദിക ശ്രേഷ്ഠരെ ഓർക്കാം. അവരുടെ ശുശ്രൂഷകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഹൈദരാബാദ് ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചർച്ച് കമ്മിറ്റികളെയും ബിൽഡിംഗ് കമ്മിറ്റികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സേവനങ്ങൾക്കായി സാക്ഷ്യങ്ങൾക്കായി നിങ്ങളോട് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ സമർപ്പിക്കാം. ചെറുവൈദങ്ങളെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ബാലാരിഷ്ടയിൽ വൈശാചിക ബന്ധത്തിൽ രോഗത്തിൽ നിന്ന് വിടിയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തിനായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തനങ്ങൾ ഓർക്കാം. ബോണസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾ സ്തോത്രം ചെയ്യാം. അടുത്ത ഞായറാഴ്ച ബോണസ് സൺഡേ ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരം കൂടിയിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കാം. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കാം. കാരണക്കളോമനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കാം. മറ്റ് രോഗികളായി ദുഃഖിതരായി കഷ്ടതയും പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കാം. യേശുവിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ലജ്ജിക്കാത്ത സാക്ഷികളായി നയിച്ചുവാൻ ശക്തിയെ സഹായിക്കുകയും ചെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നോടി സ്തോത്രം ചെയ്യാം. ഇതത്തോളം യഹോവ സഹായിച്ചു, ഇതത്തോളം വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവേ, അവിടുത്തെ പ്രിയ മക്കളിൽ കൂടെ സാമ്പത്തികമായ മുഖാന്തരങ്ങളെ സാധ്യതകളെ കർത്താവ് ഒരുക്കുന്ന കുറികൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഞങ്ങൾക്ക് മുമ്പേ പോയി കർത്താവേ, അവിടുന്ന് അവസരങ്ങളെയും വഴികളെ ഒരുക്കുന്ന ദൈവമേ, ഈ നാടുകളിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഒന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും തമ്പുരാൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കാം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ സമർപ്പിക്കാം. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മൂന്നാമത്തെ ലിത്താനി ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ ആവശ്യത്തിനും ഇന്നലെ കർത്താവെ കനിയണമേ എന്ന് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. കർത്താവെ കനിയണമേ എന്ന് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. നീതിയിലും സമാധാനത്തിൽ അധിഷ്ഠിതമായ ലോകവ്യവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രപതിക്കും മന്ത്രിമാർ ഗവൺമെന്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടങ്ങളിലും പണിശാലകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കായികമായി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും
കലാകാരന്മാർക്കും കരകൗശല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ആതുര ശുശ്രൂഷയിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും അനാഥർക്കും മധ്യർക്കും രോഗികൾക്കും മനത്തോട് സമീപിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവനസഖ്യം, സുജനസഖ്യം, വൈദിക സെമിനാരികൾ, സുവിശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ് എന്നിവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും മറ്റെല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങളുടെ മോർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോർക്ക് വേണ്ടിയും ഞങ്ങളുടെ ബിഷപ്പുമാർക്ക് വേണ്ടിയും മർത്തമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും അവരവരുടെ വിവിധ ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുന്നതിനും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവിന്റെ ഇഷ്ടവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനൊപ്പം സൃഷ്ടിക്കുമായുള്ള എഴുതി തീർക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര സുഭദ്ര മനോഹരവുമാകുന്നു. അപ്പോൾ നമ്മൾ വലരായ നമ്മുടെ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഗീതം 240 ലിറിക്സ് 240.
നമുക്ക് നമ്മുടെ ദാനങ്ങളെ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദൈവത്തിന്റെ രക്തത്താൽ നിർവാസത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തര യുഗരാൻ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമികളെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മൊത്തനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യുന്ന മുറിയുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം തന്നെ അവൻ ഞങ്ങളെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും പാവമില്ലാത്തവനായിരുന്നു. അവൻ്റെ കൃപയാൽ എല്ലാ പാവകാരങ്ങളെയും കീഴ്പ്പെടുത്തുവാനും ഇനി ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്കായി മരിച്ചു വീണ് ഉയർത്തുന്നതിന് വേണ്ടി ജീവിപ്പാനും അവൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവന്മാരോടും പ്രധാനന്മാരോടും സ്വർഗ്ഗത്തിലെ സകലസമ്പത്തോടും കൂടെ ഞങ്ങളെപ്പോലെ സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദ്യ സ്നേഹം കൊണ്ട് നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യസ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മണറിയിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക ഒരുപാടായി ഏൽപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെ പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിഷ്ഠാന്തി തികയ്ക്കുകയും താൻ വീണ്ടും ഒരുവോളം തൻ്റെ വിലയേറിയ മനത്തെക്കുറിച്ച് ഇടവിടാതെ ഓർമ്മയെ നിമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷം ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇത് കുടിപ്പീൻ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മാത്രമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവൻ നിങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം ഒരുവോളം അവന്റെ ഓർമ്മയ്ക്കായി ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ നിദാനങ്ങളായ അപ്പത്തെയും ഇങ്ങനെയും വിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും നിങ്ങൾ വാർത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവായ മശിഹായാകുന്ന അവങ്കിലേക്ക് സകലത്തിനുള്ള കടന്ന് കൃപ നൽകണമേ. അവൻ മൂലമായവരോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നാം ശരിക്കപ്പെടണമേ. വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളല്ലാതെ ആശ്രയിച്ചുകൊണ്ട് നാം നിൽക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ജീവന്റെ അപ്പമാവുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം
സത്യാമന്ത്രിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസ വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും മാറട്ടെ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സാക്രമെന്റ് വിശ്വാസത്താൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സുഹൃസ്ത പിതാവേ, വാത്സല്യപുത്രൻ കർത്താവുമായ യേശു മിശിഹാൽ ഞാൻ നമുക്കായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. ഇതേ വിശുദ്ധ കൊണ്ട് ഞങ്ങൾ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്ന ധാരാത്മാക്കളെയും ജീവനത്തെ സമർപ്പിക്കുന്നല്ലോ. അതാവുന്ന ഏറ്റവും ഉചിതമായ ആരാധന ലോകത്തിന് അനുരൂപരാകുന്നു ചേരേണ്ടതിന് അനുസരിച്ച് സകലാവധിയെ കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുള്ള സ്നേഹത്തിലും നിങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ.
നമുക്ക് കൺസ്ട്രക്ഷൻ പ്രയറിനായിട്ട് ഒരുങ്ങാം. ഇന്ന് പ്രയർ ലീഡ് ചെയ്യുന്നത് സൈബാൾ ചക്രവർത്തി. മുന്നോട്ട് കടന്നു തരാം. കരുതുന്നവൻ ഞാൻ ദൈവപ്പാട്ട് ചെന്നു. Greetings to everybody in the name of our Lord and Savior, Jesus Christ. Heavenly Father, in the name of Jesus, we thank you for the vision of this new church. Thank you for being Jehovah Jireh, the one who will provide all the resources. According to Philippians chapter 4, verse 19, it says, "And with all his abundant wealth through Christ Jesus, my God will supply your needs." We need to complete this project. Lord Jesus, bless our Achan and his family, the church members, the building committee members, the church committee members, and each and every congregation for their wisdom, discernment, and favor as the construction of the church progresses. Thank you for entrusting this endeavor to our church family. Heavenly Father, you created the heavens and the earth and put everything in place. You made the world to be lifted, not to be a place of empty chaos. You are the Lord, and there is no other. In Jesus' name, we command that God's kingdom come and will be done on earth as it is in heaven for the construction of the church. Lord, as we commit the plans for this construction to you, we decree that they will succeed. Your word, Father, declares that for lack of advice, sometimes plans go wrong, but with many advisors, there is safety and success. Therefore, we confess that we will seek the counsel of the godly as we proceed with the construction of the church. We will fulfill the vision for this project with your wisdom and guidance. Father, bless Zion Constructions with competent and skilled laborers to complete the project, just as you called forth the artisans for the building of the tabernacle. We decree that everyone involved in this project will focus their attention and efforts so that they can successfully complete their assignments and bring glory and honor to your name. By faith, let favor surround the construction of the church, and we will have good favor with everyone involved in the local and state government authorities, the banking and the legal authorities, and every entity associated with the project. Bless us as a family. Construct the church abundantly. Father, we are confident that the new facility will be completed because you have begun this good work and will bring it to completion. Lord, I commit to being diligently for this project. I pray the Holy Spirit to protect the new church facility and all its surroundings, committing everything into your nameless hands. In Jesus' name we pray. Amen.
പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവാലയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചിരുന്നു. ഭാവിയിൽ കുട്ടികളുടെ സാക്ഷ്യം ലഭിക്കാൻ ഞങ്ങളുടെ സ്വീകരിച്ചത് ഞങ്ങളുടെ കമന്റേക്ക് മണിപ്പോകുന്നതിനെ അവനുകളായി പ്രിയപ്പെട്ടത് അനുഗ്രഹിക്കണമേ. അതായത് കുട്ടികളോട് സൂക്ഷിക്കുകയും വിളക്കുകയും ചെയ്യണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ